നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭർത്താവിനെ അവസാനമായി കാണാനാകാതെ ദുബായിൽ കുടുങ്ങിയ എറണാകുളം കളമശ്ശേരി മുനിസിപ്പാലിറ്റി സ്വദേശിനി ബിജിമോളുടെ വേദന നാം കണ്ടതാണ്. അന്ന് ജീവിത പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായ ദിനങ്ങളിലൂടെ കടന്നുപോയ ബിജിമോൾ ഒടുവിൽ നാടണയുകയാണ്. പ്രിയതമന്റെ മുഖം അവസാനമായി നേരിട്ട് ഒരു നോക്ക് കാണാനാകാതെ ദുബായിൽ കുടുങ്ങിയ ബിജിമോൾ 28-ാം തീയതി രാവിലെ 11:50 കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 5:25 ബിജിമോൾ കൊച്ചിയിലെത്തും. 5 മാസങ്ങൾക്ക് ശേഷമുള്ള മടക്കയാത്രാ ടിക്കറ്റ് ബിജിമോൾക്ക് ഇന്ത്യൻ കോൺസുലേറ്റിനു വേണ്ടി സാമൂഹിക പ്രവർത്തകൻ പ്രവീണാണ് കൈമാറിയത്. COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെയാണ് 3 മക്കളുടെ മാതാവായ ഈ യുവതിക്ക് അർബുദം ബാധിച്ചു മരിച്ച ഭർത്താവ് ശ്രീജിത്തിന്റെ മുഖം അവസാനമായി കാണാൻ സാധിക്കാതെ പോയത്. മരിക്കുന്നതിന് മുൻപ് മാസങ്ങളോളം ശ്രീജിത്ത് വീൽചെയറിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഭർത്താവിന്റെ മുഖം അവസാനമായി നേരിട്ട് കാണാതെയും 3 മക്കളെ സാന്ത്വനിപ്പിക്കാൻ കഴിയാതെയും ദുബായിൽ കുടുങ്ങിയ ബിജിമോളെ കുറിച്ച് നിരവധി മാധ്യമങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ഇതേ തുടർന്ന് UAE-യിലെ ഒട്ടേറെ മനുഷ്യസ്നേഹികൾ ഇവർക്ക് സഹായം നൽകുകയും ചെയ്തിരുന്നു. അബുദാബിയിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മലയാളി ബിസിനസ്സുകാരൻ ബിജിമോളുടെ ഇവിടുത്തെ താമസ ചെലവിനും നാട്ടിലുള്ള മക്കളുടെ കരുതലിനായും നല്ലൊരു തുകയും കൈമാറിയിരുന്നു. മറ്റ് പല മനുഷ്യസ്നേഹികളും ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ സഹായവും എത്തിച്ചിരുന്നു. തുടർന്ന് നോർക്കയും ഇന്ത്യൻ കോൺസുലേറ്റും ഇടപെട്ട് ദുബായിലെ ഹോട്ടലിൽ താമസ സൗകര്യമൊരുക്കുകയും സൗജന്യ ഭക്ഷണം നൽകുകയും ചെയ്തു. ഡൽഹിയിലെ ഡിസ്ട്രസ് മാനേജ്മെന്റ് കളക്ടീവ് കോഓർഡിനേറ്റർ ദീപ മനോജ് ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് നാട്ടിൽ തുടർ ജീവിതത്തിനുള്ള സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഭർത്താവ് മരിച്ചതോടെ തളർന്നു പോയിരുന്നു ബിജിമോൾ. മരണാനന്തര ചടങ്ങിൽ നാട്ടിലേക്ക് പോകാനാകാത്തതിനാൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ആ മുഖം അവർ അവസാനമായി കണ്ടത്. അച്ഛന്റെ മൃതശരീരം കണ്ട് നിലവിളിക്കുന്ന 15, 8, 5 വയസ്സുള്ള മക്കളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും അന്ന് ബിജിമോൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് മക്കൾ. ബിജിമോളുടെ കഥന ശ്രദ്ധയിൽപ്പെട്ട നോർക്ക CEO ഹരികൃഷ്ണൻ നമ്പൂതിരി പ്രശ്നത്തിൽ ഇടപെടുകയും ബിജിമോൾക്ക് സംരക്ഷണം ഉറപ്പാക്കുകയുമായിരുന്നു. നാട്ടിലുള്ള മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. നോർക്ക പ്രതിനിധികളായ അൻപോട് UAE പ്രവർത്തകരായ ബദ്രുദ്ദീൻ പാണക്കാട്, ബിന്ദു നായർ എന്നിവർ ബിജിമോളെ സന്ദർശിച്ച് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ദുരിത ദിനങ്ങളിൽ തനിക്കും മക്കൾക്കും താങ്ങായി നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ബിജിമോൾ നാട്ടിലേക്ക് എത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.